നോമ്പ് നോൽക്കുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അത്തായം കഴിക്കുക എന്നുള്ളത്. നമ്മളൊക്കെ കഴിക്കുന്നവരാണ്. അല്ലാഹു തആല അത്തായത്തിൽ ബറക്കത്ത് നിശ്ചയിച്ചിട്ടുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ബറക്കത്ത് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട അംർ ബിൻ അസ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ അബൂ ഖൈസ് റളിയല്ലാഹു അൻഹുവിനോട് അത്തായം ഉണ്ടാക്കി തരട്ടെ എന്ന് ചോദിച്ചു. അത്തായം ഉണ്ടാക്കി തരട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. മൂപ്പരെന്തായി അത്തായം കാര്യമായിട്ട് ഉണ്ടാക്കി കൊടുത്തു. ഉണ്ടാക്കി കൊടുത്തപ്പോൾ ആ മറ്റേ മഹാൻ അബൂ ഖൈസ് എന്നവര് അത്താഴത്തിന് കുറച്ച് തിന്നിട്ട് എണീറ്റ്, എന്തെങ്കിലും ഞാൻ കോലത്തിലൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ വളരെ കുറച്ചാണല്ലോ തിന്നത്. ബഹുമാനപ്പെട്ട അബൂ ഖൈസ് എന്നവര് പറയണം, മോനെ എനിക്ക് അത്താഴത്തിന് ഇപ്പൊ താല്പര്യമില്ലായിരുന്നു, പക്ഷെ നിങ്ങൾ ചോദിച്ചു, ഞാനത് ഉണ്ടാക്കി തരാൻ പറയാൻ കാരണം എന്താണെന്നറിയോ? നമ്മുടെയും അഹ്ലു കിതാബിന്റെയും ഇടയിലുള്ള ഒരു ഫർഖ്, ഒരു വ്യത്യാസം, അത് അത്താഴമാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുഅ്മിനീങ്ങളുടെ നോമ്പിന്റെയും അവരുടെ നോമ്പിന്റെയും ഇടയിലുള്ള ഒരു ഫർഖ് അത് അത്താഴം കഴിക്കലാണ്. അതുകൊണ്ട് അത്താഴം കഴിക്കുക. കിതാബിൽ തന്നെ കാണാൻ പറ്റും, സ്വഹാബാക്കള് അത്തായത്തിന് ഫലാഹ് എന്ന് പേര് വെച്ചിരുന്നു. ഫലാഹ് എന്ന് പറഞ്ഞാൽ എന്താ? വിജയം എന്ന് അതിന്റെ അർത്ഥം. അത്തായം കഴിച്ചിട്ട് വിജയിക്കുക. ചിലരും നിനക്ക് അത്തായൊന്നും വേണ്ട, ഞാനിപ്പോ കിടക്കാൻ പോവാണ്, ആയിക്കോട്ടെ പോയിക്കോളി, കുഴപ്പമൊന്നുമില്ല. ആ കിടക്കണ മുമ്പ് തിന്നുമ്പോഴാണെന്നുണ്ടെങ്കിലും അത്തായാണെന്നൊന്ന് കരുതിയാൽ ഓക്കെ. ഇനി നമ്മൾ 2 മണിക്ക് നീച്ചു, 4 മണിക്ക് നീച്ചു, അത്തായം എന്നുള്ളവർക്ക് ചെമ്പ് നിറച്ച് തിന്നു, കൂലി കിട്ടുന്നില്ല. അത് സുന്നത്താണ് എന്ന കരുത്തോടുകൂടെ ചെയ്യണം. കാരണം ഒരു ഇബാദത്താണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സുന്നത്തായ അത്തായം ഞാൻ കഴിക്കുന്നു എന്ന നിയ്യത്തോടുകൂടെ അത്തായം കഴിക്കുക. എന്നാലേ ആ സുന്നത്തിന്റെ കൂലി കിട്ടുള്ളൂ. ഇതിന്റെ വശം എന്താണ്? കിതാബുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഈ പറഞ്ഞതുപോലെ അള്ളാഹു തആല അതിന് നിശ്ചയിച്ച ബറക്കത്ത് സമ്പാദിക്കുക, അത് ആത്മീയമായൊരു വശമാണ്. മറ്റൊന്ന്, നോമ്പുകാരന് ശാരീരികമായ ഒരു എനർജി കിട്ടണം, നോമ്പിന്റെ പകൽ സമയത്ത് ഒരു ഉന്മേഷം കിട്ടണം, അതിനും വേണ്ടിയിട്ട് അത്തായം കഴിക്കുക. അത്താഴത്തിന്റെ അകത്ത് ഇതെല്ലാം കൂടി അടിച്ച് കയറ്റിങ്ങാണ്ടുള്ള ഉന്മേഷം പോയി അത് കാരണമായിട്ട് നോമ്പ് ഒഴിവാക്കേണ്ട ഒരു അവസ്ഥ പലപ്പോഴും വരാറുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കുക. അള്ളാഹു നമുക്ക് ആരോഗ്യം നിലനിർത്തി തരുമാറാവട്ടെ. ഭക്ഷണമൊക്കെ കഴിച്ചാൽ ചിലവർക്ക് അങ്ങനെയാണ്, എന്താണെന്നറിയില്ല. ഇന്ന് രാവിലെ ഞാൻ അത് തിന്നതിന്റെ ശേഷമാണ്, ഇന്നലെ ഉച്ചക്ക് ആ കല്യാണത്തിന് പോയി, അവിടുന്ന് എല്ലാം കൂടി അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ള പല ആളുകളുണ്ട്. ഇൻഷാ അള്ളാഹ് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടിനൊക്കെ ഉള്ള പരിഹാരം നമ്മളെ തൻസീലിൽ ഇൻഷാ അള്ളാഹ് നമുക്ക് മനസ്സിലാക്കാം. ഖുർആന്റെ ഒറ്റമൂലി, ഖുർആൻ ആശയ പഠനം നടന്നോടത്തൊക്കെ വരും. അത് എന്താന്ന് ഇപ്പൊ പറഞ്ഞിരുന്നില്ല. ചോറ് ഒരു ദിവസം 3-4 പരിപാടിന്റെ എല്ലായിടത്തുനിന്നും എനിക്ക് തിന്നും വേണം, അല്ലെങ്കിൽ ഓരോരുത്തർ എന്നപ്പോ തന്നെ 4 ഐറ്റം ചോറുണ്ട്, ഒക്കെ എനിക്ക് കയറ്റും വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കയറ്റിക്കോ, പക്ഷേ ബുദ്ധിമുട്ടുണ്ടാവൂല. അതിനുള്ള മാർഗം എന്താ? ഇൻഷാ അള്ളാഹ് നമ്മളെ തൻസീലിൽ വരിക. തൻസീൽ പറഞ്ഞാൽ എന്താ മനസ്സിലായില്ലേ? ഖുർആന്റെ ആശയ പഠനം മറ്റന്നാളെ മുതൽ സുബഹിക്ക് ശേഷം തുടങ്ങാന്ന് പറഞ്ഞില്ലേ? അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ മറ്റന്നാളെ തന്നെ വന്നുകൊണ്ട് അതൊന്നുകൊണ്ട് പറഞ്ഞാണ്. മുമ്പ് കളരിക്ക് ചേർന്നെന്ന് എപ്പോഴാ ഫൈറ്റിങ്, എപ്പോഴാണ് എക്സർസൈസ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ അല്ല ഫൈറ്റിങ് എപ്പോഴാണ്, അത് മൂപ്പർക്ക് അത് കിട്ടിയാൽ മതി. അങ്ങനല്ല, അതൊക്കെ ഇൻഷാ അല്ലാഹ് ഘട്ടം ഘട്ടമായിട്ട് പറയും. അല്ലാഹു തആല നല്ല നിലയ്ക്ക് ശ്രദ്ധിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ പരിശുദ്ധമായ റമളാനിലെ നോമ്പ് അത് കുറ്റമറ്റ രൂപത്തിൽ നിർവഹിക്കുക. മറ്റൊന്ന്, നോമ്പിന്റെ ഒന്നാണ് അത്തായം കഴിക്കുക, നോമ്പ് തുറക്കുക. നോമ്പ് തുറക്കുക എന്നുള്ളതിൽ ആർക്കും തർക്കമില്ല, എന്തായാലും തുറക്കും. പക്ഷെ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള ദുആ ഉണ്ടല്ലോ, നേരത്തെ ദുആ നമ്മൾ പറഞ്ഞല്ലോ, നോമ്പ് തുറക്കുന്ന സമയത്തുള്ള ദുആ, അത്തായം കഴിച്ചിട്ടുള്ള ദുആ, അതൊക്കെ വലിയ ഇജാബത്തുള്ള ദുആണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ബാങ്ക് കൊടുക്കണതിൻ്റെ ഒരു 10 മിനിറ്റ് മുമ്പായിട്ട് നമ്മളും നമ്മളെ പെരക്കാരൊക്കെ അടുക്കളയിൽ നിന്നാണ്ട് രക്ഷപ്പെടണം. എന്നിട്ട് നൊളു എടുത്ത് തസ്ബീഹും ചൊല്ലി ഇങ്ങനെ ദ്വാരന്ന് കാത്തിക്കുക ബാങ്കിന്. അതിന് വല്ലാത്തൊരു പുണ്യമുണ്ട്. ആണുങ്ങൾക്കൊക്കെ അൽഹംദുലില്ലാഹ് അവിടെ നോമ്പ് തുറ വളരെ നല്ല നിലക്ക് തുടങ്ങിയിട്ടുണ്ട്. അള്ളാഹു അതിനോട് സഹകരിച്ചവർക്കൊക്കെ ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. അപ്പൊ ആ നോമ്പ് തുറക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. നോമ്പ് ഇതുവരെ വൈകുന്നേരം വരെ നോറ്റിങ്ങാണ്ട് ഒരു 2 മിനിറ്റിനും വേണ്ടി ചിലപ്പോൾ നോമ്പ് നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് കേട്ടോ. കാരണം ബാങ്ക് ചില മൈക്ക് ഇങ്ങനെ മുട്ടുമ്പോഴേക്ക് ചിലർ നോമ്പാക്കാൻ തുടങ്ങും. ഒന്നും ഉണ്ടാകരുത്.
ചില ബാങ്ക് നേരത്തെ ആയി പോകുന്നുണ്ട്, അല്ല ആൾക്കുണ്ട് എന്താ എനിക്കറിഞ്ഞൂടാ, അങ്ങനെ ഉണ്ട്. അതൊന്നും കേട്ടാണ് നമ്മളെ പള്ളിക്കന്ന് അഥവാ ഒരു സമയമായി എന്ന ആ ഉറപ്പ് കിട്ടി അങ്ങനെ ബാങ്ക് കൊടുക്കുമ്പോൾ അതിന് നമ്മൾ നോമ്പ് തുറക്കുക. ആ നോമ്പ് തുറന്നിട്ട് അള്ളാഹിനോട് വരയ്ക്കുക. പക്ഷെ പലപ്പോഴും നമ്മളെന്താക്കും, ഈ ബാങ്കിന് ഇജാബത്ത് ചെയ്യേയില്ല. സാധാരണ ബാങ്കിന് ഇജാബത്ത് ചെയ്യുന്ന ആൾക്കാരും കൂടി റമളാന്റെ മഗ്‌രിബ് ബാങ്കിന് ഇജാബത്ത് തന്നെ ഉണ്ടാകാനില്ല. കാരണം ശ്രദ്ധ ഉണ്ടാവൂല, നോമ്പ് ഇറക്കണ തിരക്കിലാണ് ഈ കാര്യം. അള്ളാ, ഒരു സഹോദരി 10,000 റുപ്യ നമ്മളെ പള്ളിക്ക് വന്നിട്ടുണ്ട്. അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹു ആ സദഖ സ്വീകരിക്കുമാറാവട്ടെ. എന്തുദ്ദേശം വെച്ചുകൊണ്ടാണോ ചെയ്തതെങ്കിൽ അള്ളാഹു തആല അത് കബൂലാക്കി അവർക്ക് നല്ല റാഹത്തുള്ള ജീവിതം നൽകട്ടെ. അവരെ മരിച്ചു പിരിഞ്ഞ ബന്ധങ്ങളിലേക്കൊക്കെ അള്ളാഹുവെ അതിന്റെ മിസ്ലു സവാബ് എത്തിക്കണം റഹ്മാനേ. ഇനി റമളാന്റെ 2 ആഴ്ചയുള്ളൂ, 30 വരെ ടൈമുണ്ട്. നമ്മൾ ഇഷ്ടം പോലെ നമ്മളെ പള്ളിക്ക് വേണ്ടിയും കൊടുക്കണം. അള്ളാഹു സുഹൃതങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. പത്തായ സമയത്ത് അതേപോലെ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ആത്മാർത്ഥമായി പടച്ചവനോട് ദ്വാരക്കുക. മഗ്‌രിബിന്റെ ബാങ്കിന്റെ ഇജാബത്ത് പലരും നോമ്പറക്കണ നേരത്ത് ശ്രദ്ധിക്കൂല. കാരണം ബാങ്കിട്ട് കേട്ടപ്പോൾ നമ്മൾ തുടങ്ങി ഷദുവല്ല സമൂസന്റെ എടുത്ത അതിന്റെ ഇജാബത്ത് അതാണ്. ആ സമൂസ എങ്ങനെ കടിക്കുമ്പോൾ തന്നെ ആ തരി അവിടെ അപ്പോൾ അവിടെ അയ്യാലഫല എത്തിയിട്ടുണ്ടാവും, നമ്മളിത് അറിയില്ല. അങ്ങനെ പോകും. ആ ബാങ്കിനൊന്ന് ഇജാബത്ത് ചെയ്തുങ്ങാണ്ടുള്ള ഒരു നോമ്പ് തുറാക്കി നോക്കാണ്. ബാങ്ക് സ്വാഭാവികമായിട്ട് സ്പീഡ് കുറയും. റമളാന്റെ മഗ്‌രിബിന്റെ ബാങ്ക് മറ്റുള്ള ബാങ്കിന്റെ മോലെ അത്ര നീളൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് ഇബ്രാഹിം ഉസ്താദ് ആയാലും ശരി, ഞാനായാലും ശരി. കാരണം വൈകുന്നേരം വരെ നോറ്റ് പഴങ്ങിയതല്ല, നീട്ടിണീനൊരു പരിധി ഉണ്ടല്ലോ. മാത്രമല്ല, പിന്നെ ഈ നോമ്പ് നോറ്റ ആൾക്കുമാണല്ലോ നോമ്പറക്കുക. അപ്പൊ അത് അല്ലാതെ നീളൊന്നുമില്ല. അല്ലെങ്കിൽ ഒരു ബാങ്ക് എത്ര നേരം ഉണ്ടാവും എന്നുള്ളതൊക്കെ നമുക്ക് അറിയാലോ. അതിന് ഇജാബത്ത് ചെയ്യാം, കാത്തിക്കല്ല. മുഅദ്ദിൻ പറയുന്നത് പോലെ പറയാം, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഇതിങ്ങനെ പറയാം. എന്നിട്ട് അതിന്റെ ശേഷമുള്ള ആ ദുആയും കൂടെ കഴിഞ്ഞ അപ്പോത്തിനൊക്കെ സമൂസ തീർന്നു പോവും. പിന്നെ ഒരു ഫ്രൂട്ടും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഈ ഒരു ബേജാറല്ലേ നമ്മളുള്ളത്. അല്ലാ, അങ്ങനത്തെ ഒരു ശീലമാക്കി കഴിഞ്ഞാൽ നല്ല റാഹത്ത. മഴദിന്റെ നോമ്പ് തുറ എങ്ങനെ? ഞാൻ അവിടെ കൂടിയിട്ടില്ല, കൂടിയാലേ കേട്ടതാ. ഇജാബത്തൊക്കെ ചെയ്തിട്ട് ആ മട്ടത്തിന് നോമ്പറക്കുക. ബാങ്കിന്റെ ഇജാബത്ത് ചെയ്തിട്ട് ആ മട്ടത്തിന് അങ്ങോട്ട് നോമ്പറക്കുക. നല്ല റാഹത്താണല്ലോ. നോമ്പ് തുറ ഉളരിപ്പിക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം 2 മിനിറ്റ് മുമ്പ് വാങ്ങി കൊടുക്കണം എന്നല്ല. ചിലവർ അങ്ങനെ മനസ്സിലാക്കിയാണ്ട് നേരത്തെ കൊടുത്തൂട്. അഥവാ സമയമായാൽ നോമ്പ് തുറ പിന്നെ നീട്ടരുത്, നോമ്പ് തുറക്കണം എന്ന് പറഞ്ഞു കൊടുത്ത് മഗ്‌രിബിന് ഇജാബത്ത് ചെയ്യരുത് എന്നൊന്നുമില്ല. അപ്പൊ ആ നിലക്ക് നോമ്പ് തുറയുടെ കാര്യം ശ്രദ്ധിക്കുക. അതേപോലെ റമളാനിലെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ ഖുർആൻ ഓതുക എന്നുള്ളത്.